ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. സോ നമ്മൾ നോക്കാൻ പോകുന്നത് RRB SSC പോലത്തെ പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ. എന്റെ പേര് എന്താണ്? എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത്രയ്ക്ക് ബേസിക് കാര്യങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് എന്താ ഒരു മീൻ, മീഡിയൻ, മോഡ് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിക്കാറ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇരുമ്പ് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ളതും പിന്നെ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയേ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇൻ എ ക്രിക്കറ്റ് മാച്ച് the scores of players are considered such that the coefficient of variation of the scores are 16 and mean is 25. Then the variance is dash. എന്താണ് തന്നെ ഒരു ക്രിക്കറ്റ് മാച്ചിലെ പ്ലേയേഴ്സിന്റെ സ്കോർസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അഥവാ CV ആണ് തന്നേക്കുന്നത്. ഒപ്പം തന്നെ തന്നിട്ടുണ്ട് എന്താണ്? മീനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേരിയൻസ് എത്ര അഥവാ വ്യതിയാനം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 16, മീൻ അഥവാ മാധ്യം 25, വേരിയൻസ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടതാണ്. നമുക്ക് നോക്കിയാലോ. നമുക്കറിയാം എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇക്വേഷൻ അറിയാം. എന്താണ്? CV is equal to എന്താണ്? സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ് അല്ലെ. സിവിയുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. ഈ സിഗ്മ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അഥവാ മാനക വ്യതിയാനം എന്ന് മലയാളത്തിൽ പറയും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത്? സിഗ്മ എന്ന് പറയുന്നത്. എക്സ് ബാർ എന്താണ്? ഓഫ് കോഴ്സ് മീൻ ആണ്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? CV തന്നിട്ടുണ്ട്, എക്സ് ബാർ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചാലോ. അപ്പൊ എന്താ ആൻസർ? അപ്പൊ എന്ത് വരും നോക്കാം. 16 is equal to എന്താണ്? സിഗ്മ ബൈ 25 ഇൻറ്റു 100 ആണ് എന്ത് തന്നേക്കുന്നത് അല്ലെ. നമുക്ക് സിഗ്മ അറിയില്ല, സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കട്ട് പേസ്റ്റ് 25 100 കട്ടാക്കി, ഇവിടെ 4 വന്നു. അപ്പൊ എന്ത് കിട്ടും? 4 സിഗ്മ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സിഗ്മ നമുക്ക് 4 എന്ന് കിട്ടി. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നോക്കിയേ, ചോദിച്ചേക്കുന്നത് വേരിയൻസ് ആണ്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഓപ്ഷനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് 4 എന്ന നമ്പർ കിടപ്പുണ്ട്. കറുപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമുക്ക് കിട്ടിയത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചല്ല നമുക്ക് പറയണേ. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനല്ല നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നേ. എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നേ? വേരിയൻസ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നേ. സോ വേരിയൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് സിഗ്മ? നമുക്ക് കിട്ടി എത്രയാ? 4 കിട്ടി അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ നമുക്ക് 4 കിട്ടി. വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ എന്താ ആൻസർ? 16 ആണ് ആൻസർ. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 2 ആണ്. 16 ആണ് നമ്മുടെ ആൻസർ. എന്താണ്? ഓപ്ഷൻ 2 16 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. എല്ലാവർക്കും ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കിയേ. ABC എന്ന് പറയുന്നത് ഒരു ഡാറ്റയുടെ എന്താണ്? മീൻ, മീഡിയൻ, മോഡ് ആണ് റെസ്പെക്റ്റീവ്ലി. അതായത് A എന്ന് പറയുന്നത് മീനാണ് അഥവാ മാധ്യമാണ്. B എന്ന് പറയുന്നത് മീഡിയൻ ആണ് അഥവാ മധ്യാങ്കമാണ്. C എന്ന് പറയുന്നത് മോഡാണ്. മോഡിന് പൊതുവെ മോഡ് തന്നെ പറയാറ് മലയാളത്തില്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ നോക്കൊന്നും വേണ്ട. ABC എന്താണ്? മീൻ, മീഡിയൻ, മോഡാണ് റെസ്പെക്റ്റീവ്ലി. പിന്നെ എന്താ നോക്കുന്നേ? എയുടെയും ബിയുടെയും റേഷ്യോ വന്നിട്ടുണ്ട് അല്ലെ. എയുടെയും ബിയുടെയും റേഷ്യോ വന്നിട്ടുണ്ട്. എത്രയാണ്? 9.8 ആണ്. എങ്കിൽ ബിയുടെയും സിയുടെയും റേഷ്യോ എത്ര വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഈ മീൻ, മീഡിയൻ, മോഡിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അത് നമുക്ക് നോക്കാം. എന്താണ്? 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? മോഡിനോട് ഈക്വൽ ആണ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്ക പരീക്ഷകൾക്കും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഇക്വേഷൻ ആണ്. ഈ റെയിൽവേയും SSCയുടെയും സ്റ്റാഫ് സെലക്ഷന്റെയും മിക്ക പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ ഈസ് ഈക്വൽ ടു മോഡ്. 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു ദിവസം തന്നെ പ്രതീക്ഷിക്കാം. അതായത് ഒരു ദിവസം കുറെ ഷിഫ്റ്റ് ഉണ്ടല്ലോ. ഒരു ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ മിനിമം എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്? 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ ഈക്വൽ ടു മോഡ് എന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓക്കെ, മീനിന്റെ മീഡിയന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 9:8 എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? 9:8 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ എന്തെടുക്കാം?
മീൻ എന്ന് പറയുന്നത് 9K ആണെന്ന് വിചാരിക്കുക, മീഡിയൻ എന്ന് പറയുന്നത് 8K ആണെന്ന് വിചാരിക്കുക. ഈസി അല്ലേ? അപ്പൊ നമുക്കൊന്ന് മോഡ് കണ്ടുപിടിച്ചാലോ. മോഡ് കണ്ടുപിടിക്കാം. മോഡിന്റെ ഇക്വേഷൻ എന്താണ്? 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ ആണ്. സോ നമുക്കറിയാം മീഡിയൻ എന്ന് പറയുന്നത് 8K ആണ്. അപ്പൊ എന്താണ്? 24K വരും. 8 ഇൻറ്റു 3 24 വരും, 24K വരും. മൈനസ് മീൻ എന്ന് പറയുന്നത് 9K നമ്മൾ എടുത്തത്. അപ്പൊ 2 ഇൻറ്റു 9K എന്ന് പറയുമ്പോൾ എത്ര വരും? 18K വരും. സോ ആൻസർ ഈസ് എന്താണ്? 6K വരും. എന്ത് വന്നു? 6K വന്നു. ഇതെന്ന് പറയുന്നത് സി അല്ലേ? ഡാറ്റയുടെ മോഡ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റയുടെ മോഡ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ 6K നമുക്ക് മോഡ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? റേഷ്യോ കണ്ടുപിടിക്കാം. B/C ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ? B/C ആണ് ചോദിച്ചേക്കുന്നത്. B/C എന്ന് പറയുമ്പോൾ എന്താണ്? B/C എന്ന് പറയുമ്പോൾ എന്താണ്? 8K is to 6K. സോ എന്താ ആൻസർ കിട്ടും? 8:6 കിട്ടും, which is equal to 4:3. എന്താണ്? 4:3 കിട്ടി. ഓപ്ഷനിലുണ്ടോ നോക്കിയാലോ? നോക്കിയേ. അതേ കിടക്കുന്നു. ഓപ്ഷൻ 4, നാലാമത്തെ ഓപ്ഷൻ 4:3 കണ്ടോ? അതേ ഏറ്റവും അടി കിടക്കണം. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒറ്റ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? മോഡിന്റെയും മീഡിയന്റെയും അല്ലെങ്കിൽ മീഡിയന്റെയും മോഡിന്റെയും റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റി ആ ഒറ്റ ഇക്വേഷൻ കൊണ്ട് കേട്ടോ. അപ്പൊ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വേരിയൻസ് ഓഫ് എ ഡാറ്റ ഈസ് 121. Then the standard deviation of the data is. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് എന്താ തന്നേക്കുന്നേ? സിഗ്മ സ്ക്വയർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 121 ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ്? 121 ആണ് സിഗ്മ സ്ക്വയർ അഥവാ വേരിയൻസ്. കണ്ടുപിടിക്കണം എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സിഗ്മയാണ്. 121 റൂട്ട് എത്രയാ? ഈസി അല്ലേ? എത്രയാണ്? 11 ആണ്. അപ്പൊ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടി. എന്താണ്? 11 ആണ് ആൻസർ. നമുക്ക് നോക്കിയാലോ ആൻസർ ഓപ്ഷനിലുണ്ടോന്ന്. യെസ്, ദേ കിടക്കുന്നു ഓപ്ഷൻ 2. എത്ര? ഓപ്ഷൻ 2 11 കിടക്കുന്നുണ്ടോ? അപ്പോൾ വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ 2 വന്നു, 11 വന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ്? നമുക്ക് RRBയുടെ ഗ്രൂപ്പ് ഡി എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു പരീക്ഷയാണ്. ഒരുപാട് പേർക്ക് ജോലി സാധ്യതകളുള്ള ഒരു വലിയൊരു ഫീൽഡാണ് എന്താ? ഇന്ത്യൻ റെയിൽവേ. എന്നാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനമാണ് എന്ത്? ഇന്ത്യൻ റെയിൽവേ. അപ്പൊ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കാര്യമാണ് അല്ലേ? സോ അതിനുള്ള സുവർണ അവസരമാണ് നമ്മുടെ RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ്. സോ ഈ എക്സാമിന്റെ ഏറ്റവും പുതിയ റാപ്പിഡ് ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാച്ച് ചേരാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. സോ ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഈ നല്ലൊരു ജോലി കിട്ടാൻ, ഇന്ത്യൻ റെയിൽവേയിൽ നല്ലൊരു ജോലി കിട്ടാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് എന്ത്? നമ്മുടെ RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ്. സോ അതിനുവേണ്ടി ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് എല്ലാ സൗകര്യങ്ങളും നന്നായി പഠിച്ച് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെയിൽവേയിൽ ഒരു ജോലി നേടിയെടുക്കാം. സോ കമ്മിങ് ബാക്ക് ടു ദ വീഡിയോ, നമുക്ക് എന്താണ് വീഡിയോ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. എന്താണ് വരിക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്? മീൻ ഓഫ് 21 ഒബ്സർവേഷൻസ് ഈസ് 42. 21 ഒബ്സർവേഷൻസുകളുടെ മീൻ എന്താണ്? 42 ആണ്. പിന്നെ എന്താണ്? 21 ഒബ്സർവേഷൻസിൽ ആദ്യത്തെ 11 ഒബ്സർവേഷന്റെ മീൻ എന്ന് പറയുന്നത് 50ഉം ലാസ്റ്റ് 11 ഒബ്സർവേഷന്റെ മീൻ എന്ന് പറയുന്നത് 35ഉം ആണെങ്കിൽ 11ാമത്തെ ഒബ്സർവേഷൻ എന്താണ്? നല്ല രസമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ചെയ്ത് നോക്കാം. സോ നമുക്കറിയാം എന്താണ്? 21 എലമെന്റ്സിന്റെ മീൻ, 21 എലമെന്റ്സ് അഥവാ 21 മെമ്പേഴ്സിന്റെ മീൻ, 21 നമ്പേഴ്സിന്റെ മീൻ എത്രയാണ്? 42 ആണ് തന്നേക്കുന്നത്. എത്ര? 42. പിന്നെ എന്താ തന്നേക്കുന്നേ? ആദ്യത്തെ 11 എണ്ണം അതിന്റെ മീൻ എന്ന് പറയുന്നത് 50 ആണ്. ലാസ്റ്റ് 11 എണ്ണത്തിന്റെ മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ? വളരെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിയേ, നമുക്ക് നോക്കാം എത്രയാണ്. അപ്പൊ ഈ 21 ടേമുകളുടെയും സമ്മ് എത്ര വരുന്നു ഫസ്റ്റ് നോക്കാം. എത്ര വരും സമ്മ് നോക്കാം. 21 ടേമുകളുടെ ആവറേജ് 42 ആണെങ്കിൽ സമ്മ് എന്താണ് വരിക? അഥവാ അത്രയും നമ്പേഴ്സിന്റെ സമ്മ് എന്ത് വരും?
21 ഇൻറ്റു 42 വരും അല്ലേ? വളരെ ഈസി ആയ കാര്യമാണ്. എന്താണ് 42 ഇൻറ്റു 21 വരും. ഇതിന്റെ ആൻസർ എന്ത് വരും? 882 വരും അല്ലെ? 882 വരും ആൻസർ. 882 വരും ആൻസർ. ഓക്കെ, സം എന്ത് കിട്ടും? 882 കിട്ടും. ഓക്കെ, സോ നോക്കിയേ, 21 ടേംസ് ഉള്ളൊരു വലിയ ഏരിയയാണ് ഇതെങ്കിൽ ഇത് ഫസ്റ്റ് ടേം, ഇത് 21st ടേം. ഓക്കെ, ഇതിന്റെ കറക്റ്റ് നടുക്ക് കിടക്കുന്ന നമ്പർ അല്ലേ 11 എന്ന് പറയുന്നത്? കറക്റ്റ് നടുക്ക്, ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് നടുക്ക് കിടക്കുന്ന നമ്പറാണ് എന്ത്? 11ാമത്തെ നമ്പർ എന്നാണ് 11th നമ്പർ. ഇത് നമുക്കറിയാം. ഇനി നമുക്ക് എന്തറിയാം? ഫസ്റ്റ് ടേം തൊട്ട് 11th ടേം വരെയുള്ള നമ്പേഴ്സിന്റെ ആവറേജ് 50 ആണെന്ന് അറിയാം. ഇനി ഈ 11th ടേം തൊട്ട് 21st ടേം വരെയുള്ള 11 നമ്പറുകളുടെ ആവറേജ് നമുക്കറിയാം. എത്രയാ? 35 ആണെന്ന് അറിയാം. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ സം, അതായത് 1ാമത്തെ ടേം തൊട്ട് 11ാമത്തെ ടേം വരെയുള്ള സംഖ്യകളുടെ സമ്മും 11ാമത്തെ ടേം തൊട്ട് 21ാമത്തെ ടേം വരെയുള്ള സംഖ്യകളുടെ സമ്മും എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സമ്മിന്റെ ഒപ്പം 11ാമത്തെ ടൈം എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് കിട്ടും. കാരണം എന്താണ്? നമ്മളിവിടെ 11ാമത്തെ ടൈം എത്ര തവണ കൂട്ടുന്നുണ്ട്? 2 തവണ കൂട്ടുന്നുണ്ട് ഇല്ലേ? 11ാമത്തെ ടൈം നമ്മൾ എത്ര തവണ കൂട്ടുന്നുണ്ട്? 2 തവണ കൂട്ടുന്നുണ്ട്. അതായത് ഒറിജിനൽ സമ്മിനേക്കാൾ 11ാമത്തെ ടൈം ഒപ്പം 1 പ്രാവശ്യം കൂട്ടും. ഒറിജിനൽ സമ്മിനോട് 11ാമത്തെ ടൈം 1 തവണയായിട്ട് കൂട്ടിയേ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത് കിട്ടുക? നമുക്ക് ഫൈനൽ കിട്ടുക. അപ്പോൾ ആ പുതിയ സമ്മിനെ നിന്നും ഈ ഒറിജിനൽ സം കുറച്ചാൽ 11ാമത്തെ ടൈം നമുക്ക് കിട്ടില്ലേ? കിട്ടും. നമുക്ക് നോക്കിയാലോ? സോ നോക്കാം. ആദ്യത്തെ 11 ടേമുകളുടെ സം ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 11 ടേമുകളുടെ സം അപ്പൊ എത്രയാണ്? 11 ടേമുകളുടെ ആവറേജ് 50 ആണെങ്കിൽ 11 ടേമുകളുടെ സം എത്ര വരും? 11 ഇൻറ്റു 50 എത്ര വരും ആൻസർ? വളരെ ഈസിയാണ്. എത്രയാ? 550 വരും. ഓക്കെ, 550 വരും സം. ആദ്യത്തെ 11 ടേമുകളുടെ സം തന്നെ എത്രയായി? 550 ആയി. ബാക്കി 11 കണ്ടുപിടിച്ചാൽ പോരെ? നോക്കാം. അപ്പൊ ആദ്യത്തെ 11 ടൈമുകളിൽ 550 കിട്ടിയപ്പോൾ രണ്ടാമത്തെ 11 ടൈമുകളുടെ ആവറേജ് എത്രയായിരുന്നു? 35 ആയിരുന്നു. ഈ 35നൊപ്പം 11 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് രണ്ടാമത്തെ സെറ്റ് 11 നമ്പറുകളുടെ സമ്മ് കിട്ടും. അപ്പൊ എത്ര വരും സമ്മ്? നോക്കിയേ, ഇതിന്റെ ആൻസർ വരിക 385 ആണ്. ഓക്കെ, 35 × 11ന്റെ ആൻസർ എത്രയാണ്? 385 ആണ്. അപ്പൊ ഈ 11 കൊണ്ട് കുടിക്കാൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. 35 × 10 ചെയ്യുക, എത്ര കിട്ടും? 350 കിട്ടും. 35 × 1 35 തന്നെ. 350 35 കൂട്ടിയാൽ 385 ആൻസർ ആയി. അപ്പോൾ 11 21 കുടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കണക്കാണ് അല്ലേ? ഇങ്ങനത്തെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഒരുപാട് എഴുതി കുടിക്കൊന്നും വേണ്ട. സോ 385 കിട്ടി. നോക്കാം നമുക്ക്. അപ്പൊ നോക്കിയേ, പുതിയ സം എത്ര വരും? 550 പ്ലസ് എത്രയാണ്? 385. സോ ആൻസർ എന്ത് വന്നു? 5 വന്നു. ഇവിടെ 3 വന്നു, ശിഷ്ടം 1 9 935 വന്നു. അതായത് പുതിയ സം, അതായത് ഒറിജിനൽ സമ്മിന്റെ ഒപ്പം 11ാമത്തെ ടൈം ഒന്നുകൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 935 ആണ്. നമുക്ക് നോക്കിയാൽ ആൻസർ. അപ്പോ ഈ 935 നിന്ന് എന്ത് കുറയ്ക്കണം? നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാണ്? 882 കണ്ടുപിടിച്ചില്ലേ? അതങ്ങോട്ട് കുറയ്ക്കുക. 882 കുറച്ചു. 5 ൽ നിന്ന് 2 പോയാൽ എത്ര കിട്ടും? 3 കിട്ടും. 93 ൽ 88 പോയാൽ 5 വരും. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് കിട്ടി? 53 കിട്ടി. അപ്പൊ 53 ആണ് ഏത്? നമ്മുടെ 11ാമത്തെ ടേം. എത്രയാണ്? 53. ഓപ്ഷൻ ഉണ്ടോ നോക്കിയാലോ? നോക്കിയേ, യെസ്, ദേ നോക്കിയേ, 4ാമത്തെ ഓപ്ഷൻ ആയിട്ട് ഏറ്റവും അടി കിടക്കുന്നുണ്ട് നമ്മുടെ 53. 4ാമത്തെ ഓപ്ഷൻ ആയിട്ട് ഏറ്റവും അടി കിടക്കുന്നുണ്ട് നമ്മുടെ 53. വളരെ ഈസി അല്ല ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയേ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഫൈൻഡ് ദ മോഡ് ഇഫ് ദ മീൻ ആൻഡ് മീഡിയൻ ആർ 4 and 5 റെസ്പെക്റ്റീവ്ലി. മീനും മീഡിയനും 4ഉം 5ഉം ആണെങ്കിൽ, യഥാക്രമം 4ഉം 5ഉം ആണെങ്കിൽ മോഡ് എത്ര? എന്ത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ? നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചത്. എന്താണ് ഇക്വേഷൻ പഠിച്ചേ? 3 × മീഡിയൻ minus 2 × mean is equal to mod. വളരെ ഈസി ആയ ഇക്വേഷൻ ആയിരുന്നു. നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചതാണ് അല്ലേ? നമുക്ക് ആൻസർ നോക്കിയാലോ? അപ്പോ
മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 3 into 5 3 into 5 മൈനസ് 2 into 4 കിട്ടും. എത്ര വരും? 15 മൈനസ് 8. 15 മൈനസ് 8 എത്രയാ? 7 ആണ്. സോ പുതിയ മോഡ് എത്രയാ? മോഡ് എത്ര വരും? 7 വരും അല്ലേ? മോഡ് എത്ര വന്നു? 7 വന്നു. നോക്കിയേ, ഓപ്ഷൻ ബി തന്നെ എത്രയാണ്? 7 ആണ് ആൻസർ അല്ലേ? ഓപ്ഷൻ ബി കിടക്കുന്നത് എന്താ കണ്ടോ? ഓപ്ഷൻ ബി നോക്കിയേ 7 ആണ് അല്ലേ? സോ വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് എല്ലാവരും എന്ത് നോക്കണം? നമ്മുടെ RRB SSC എന്ത് പരീക്ഷിക്കുമായാലും നോക്കണം. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് കമന്റ് ചെയ്യാം. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ്, അതായത് SSC റെയിൽവേ പോലത്തെ സിലബസുകളിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കൂടുതൽ വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഇനിയും വേണമെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യുമെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് സജസ്റ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.